ആന്റി വീട് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് കേട്ടു. മലയാളിയാ? ആ മലയാളിയാ. അപ്പൊ വീടില്ല. ആന്റി ഒരു മിനിറ്റ്. വാടകയ്ക്ക് കൊടുക്കണ്ട്, പക്ഷെ അത് ബംഗാളികൾക്ക് കൊടുക്കണല്ലോ. ഡെയിലി കുളിച്ച് അലക്കി വൃത്തിക്ക് ഡ്രസ് ഇട്ട് ജോലിക്ക് പോണ ഞങ്ങക്ക് എന്താ വീട് തരാത്ത? അതന്നെയാ പ്രശ്നം. നിങ്ങൾ ഡെയിലി കുളിക്കും, ഡെയിലി തുണി അലക്കും. നമ്മുടെ ബംഗാളികൾ അങ്ങനെയല്ല. ആഴ്ചയിൽ ഒരിക്കലോ കുളിക്കുള്ളോ, മാസത്തിലൊരിക്കലോ തുണി കഴുകുള്ളോ. എനിക്ക് ഈ കറണ്ട് ബില്ല്, വാട്ടർ, മോട്ടർ ഒക്കെ ലാഭം. അതൊക്കെ പോട്ടെ, നീ എത്ര ദിവസം ജോലിക്ക് പോവും? ആഴ്ചയിൽ 3 ദിവസം പോവുള്ളൂ. ബാക്കിയുള്ള ദിവസം വീട്ടിൽ അത് ശരിയല്ല ഇത് ശരിയല്ല പറഞ്ഞിട്ട് എന്റെ ജീവൻ എടുക്കാൻ നിൽക്കും. നമ്മുടെ ബംഗാളികൾ അങ്ങനെയല്ല. അവരാഴ്ചയിൽ 7 ദിവസം ജോലിക്ക് പോവും. അത് രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണിക്ക് വരുള്ളൂ. അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല. വണ്ടി ഉണ്ടോ കയ്യില്? 2 ബൈക്ക് ഉണ്ട്. എന്നിട്ട് ആ 2 വണ്ടിയും കൊണ്ട് വീടിന്റെ ഉമ്മർത്ത് വെച്ചിട്ട് വരുന്നവരും പോന്നവരും മുഴുവൻ വണ്ടി നീക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തൊഴിൽ ഉണ്ടാവില്ല. എന്നാ നമ്മുടെ ബംഗാളി ബോയ്സിന് പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നേ ഇല്ല. അതൊക്കെ പോട്ടെ, ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ലാത്തവരുണ്ടാവോ? അപ്പൊ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എല്ലാരെയും കൊണ്ട് വീട്ടിലേക്ക് വരും. ഇനി നിനക്ക് ലവർ ഉണ്ടെങ്കിൽ അവളെയും കൊണ്ട് വീട്ടിലേക്ക് വരും. ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് ഈ പൊല്ലാപ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടാ? അതല്ല ചേച്ചി. അതൊക്കെ പോട്ടെ, 1-ാം തീയതി പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇന്നാ ചേച്ചി വാടക എന്ന് പറഞ്ഞ അവര് കയ്യില് പൈസ തരും. നിങ്ങൾ അങ്ങനെയാണോ? ഈ മാസ ശമ്പളം ലേറ്റ്, സ്കാനർ ഒന്ന് കാട്ട്, ബാങ്ക് സർവർ പോക്ക് എന്നൊക്കെ പറഞ്ഞ എന്നെ വട്ടന്നിരിക്കും. എനിക്കതിന്റെ ആവശ്യമുണ്ടാ? ഇതൊക്കെ പോരാഞ്ഞ് ആഴ്ചയിൽ ഒരു 100 അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുറ്റടിച്ച് വീട് തുടച്ച് എന്റെ കാറ് വരെ അവര് ക്ലീൻ ചെയ്ത് തരും. നിങ്ങൾ ചെയ്തരുവോ? ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മലയാളിയാന്ന് തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നില്ല, അഡ്രസ് ചോദിച്ചു വന്നതാ. ഓ അഡ്രസ്സാ. ഞാൻ വിചാരിച്ചു വീട് വാടകയ്ക്ക് കൊടുക്കാനാവുന്ന്. നോക്കിട്ടൊക്കെ കൊടുക്കണേ ചേച്ചി. കണ്ട, ഇതിന്റെ മേലെ 3 വീടുണ്ട്. 3ലും ബംഗാളികളാ. എനിക്ക് അവരെ സെറ്റ് ആവുള്ളൂ മോനെ. മോൻ വേറെ